നമ്മളിൽ പലരും ഒരു കാര്യം വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. ചില മനുഷ്യർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴാണ് അവർ നമുക്ക് എത്രത്തോളം വിലപ്പെട്ടവരായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. പക്ഷേ അത് തിരിച്ചറിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് സമയം വൈകിയിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കഥ ആ വലിയ സത്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു കോഴിയുടെ കഥ. ഒരിക്കൽ ഒരു പാമ്പ് കോഴിയെ കൊത്തി. വിഷം അവളുടെ ശരീരത്തിൽ പടർന്നു. വേദന കൊണ്ട് അവൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. അവൾ എന്താണ് ചെയ്തത്? സ്വന്തം കോഴിക്കൂടിലേക്ക് തന്നെ ഓടിയെത്തി. കാരണം അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അതായിരുന്നു, അവളുടെ സ്വന്തം കുടുംബം. പക്ഷെ അവൾക്ക് അവിടെ പ്രതീക്ഷിച്ച സ്വീകരണം കിട്ടിയില്ല. മറ്റു കോഴികൾ അവളെ അവിടെ നിന്ന് ഓടിച്ചുവിടാൻ തുടങ്ങി. ഇവൾക്ക് വിഷമുണ്ട്, ഇവളുടെ അടുത്ത് നിന്നാൽ നമുക്ക് അപകടമാകും. അങ്ങനെ അവൾക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന നിമിഷത്തിൽ അവളുടെ സ്വന്തം വീട്ടുകാർ തന്നെ അവളെ ഉപേക്ഷിച്ചു. വിഷം കൊണ്ടുള്ള വേദന അവൾ സഹിച്ചു. പക്ഷേ സ്വന്തം കുടുംബം തള്ളിക്കളഞ്ഞതിന്റെ വേദന അതായിരുന്നു അവളെ കൂടുതൽ തകർത്തത്. ഒരു കാൽ വലിച്ചിഴച്ച് പനിയും വേദനയും സഹിച്ച് തണുത്ത രാത്രിയിലേക്ക് അവൾ ഒറ്റയ്ക്ക് നടന്നു. ഓരോ ചുവടിലും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വീണുകൊണ്ടേയിരുന്നു. കോഴിക്കൂട്ടിലുള്ളവർ അവൾ ദൂരേക്ക് പോകുന്നത് നോക്കി നിന്നു. അവൾ പതുക്കെ ചക്രവാളത്തിൽ മറഞ്ഞു. ചിലർ പറഞ്ഞു അവൾ ഇനി തിരിച്ചു വരില്ല, അവൾ എവിടെയെങ്കിലും പോയി മരിച്ചോളൂ. ചിലർ ആകാശത്ത് കഴുകന്മാരുണ്ടോ എന്ന് നോക്കി. അവൾ മരിച്ചുവെന്ന് അവർ കരുതി. പക്ഷേ കാലം കടന്നുപോയി. വളരെ നാളുകൾക്ക് ശേഷം ഒരു ചെറിയ പക്ഷി കോഴിക്കൂട്ടിലെത്തി. അവൾ ഒരു വാർത്ത പറഞ്ഞു, നിങ്ങളുടെ സഹോദരി ജീവനോടെ ഉണ്ട്. എല്ലാവരും അത്ഭുതപ്പെട്ടു. അവൾ എവിടെയാണ്? പക്ഷി പറഞ്ഞു, ഇവിടെ നിന്നും വളരെ ദൂരെയുള്ള ഒരു ഗുഹയിലാണ് അവൾ ജീവിക്കുന്നത്. അവൾ രോഗമുക്തി നേടി. പക്ഷേ പാമ്പ് കടി ഏറ്റതിനെ തുടർന്ന് അവൾക്ക് ഒരു കാൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവൾക്ക് ഭക്ഷണം കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടാണ്. അവൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അവിടെ കുറച്ചു നിമിഷം പൂർണ്ണ നിശബ്ദമായിരുന്നു. പിന്നെ ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ മുട്ടയിടുകയാണ്. എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ ചോളം തിരയുകയാണ്. എനിക്ക് വരാൻ കഴിയില്ല, എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കണം. അങ്ങനെ ഒരാൾക്ക് ശേഷം മറ്റൊരാൾ സഹായിക്കാനുള്ള അഭ്യർത്ഥന നിരസിച്ചു. പക്ഷി വെറും കൈയോടെ ഗുഹയിലേക്ക് മടങ്ങി. വീണ്ടും കാലം കടന്നുപോയി. വളരെ നാളുകൾക്ക് ശേഷം ആ ചെറിയ പക്ഷി വീണ്ടും വന്നു. പക്ഷെ ഇത്തവണ അവളുടെ കയ്യിൽ ഒരു നല്ല വാർത്ത ഉണ്ടായിരുന്നില്ല. അവൾ പതുക്കെ പറഞ്ഞു, നിങ്ങളുടെ സഹോദരി മരിച്ചു. ഗുഹയിൽ അവൾ തനിച്ചായിരുന്നു. അവളെ അടക്കം ചെയ്യാൻ പോലും, അവളുടെ അരികിൽ നിൽക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ആ വാക്കുകൾ കേട്ടതും കോഴിക്കൂട്ടിൽ വലിയൊരു വിലാപം ഉയർന്നു. മുട്ടയിട്ട് കൊണ്ടിരുന്നവർ അത് നിർത്തി. ചോളം തിരഞ്ഞുകൊണ്ടിരുന്നവർ എല്ലാം ഉപേക്ഷിച്ചു. കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നവർ പോലും അവളെ ഓർത്ത് കരയാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊരു ചോദ്യം മനസ്സിൽ വന്നു, നമ്മൾ എന്തുകൊണ്ടാണ് അന്ന് അവളുടെ അടുത്തേക്ക് പോകാതിരുന്നത്? അവൾ ജീവിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് അവളെ സഹായിക്കാതിരുന്നത്? ഇപ്പോൾ അവരെല്ലാം ഗുഹയിലേക്ക് ഓടി. ദൂരം അവർ നോക്കിയില്ല, കഷ്ടപ്പാട് അവർ നോക്കിയില്ല. കാരണം ഇപ്പോൾ അവൾക്കായി സമയം കണ്ടെത്താൻ അവർക്കൊരു കാരണം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് സമയം വൈകിപ്പോയിരുന്നു. അവർ ഗുഹയിലെത്തി. പക്ഷേ അവിടെ ആ കോഴിയെ കണ്ടില്ല. അവിടെ ഉണ്ടായിരുന്നത് ഒരു കത്ത് മാത്രം. അവർ ആ കത്ത് തുറന്നു. അതിൽ എഴുതിയിരുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആളുകൾ തെരുവ് പോലും മുറിച്ചു കിടക്കില്ല. പക്ഷേ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അടക്കം ചെയ്യാൻ അവർ ലോകം മുഴുവൻ സഞ്ചരിക്കും. ശവസംസ്കാരത്തിലെ പല കണ്ണീരും വേദനയിൽ നിന്നുള്ളതല്ല, പശ്ചാത്താപത്തിൽ നിന്നുള്ളതാണ്. ഈ കഥയിലെ ഏറ്റവും വലിയ പാഠം എന്താണ്? ഒരാൾ മരിച്ച ശേഷം അവരെ ഓർത്ത് കരയുന്നതിനേക്കാൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഒരാൾക്ക് നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുക. അവർ നിങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ കഴിയുന്നത്ര സഹായിക്കുക. പിന്നീട് നോക്കാം, സമയം കിട്ടുമ്പോൾ പോകാം, ഒരിക്കൽ വിളിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. കാരണം ചില പിന്നീടുകൾ ഒരിക്കലും വരില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടോ? നിങ്ങളുടെ സഹായം ആവശ്യമുള്ള ഒരാളുണ്ടോ? നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒരാളുണ്ടോ? എങ്കിൽ ഇന്ന് തന്നെ അവരെ വിളിക്കൂ. ഒന്ന് സംസാരിക്കൂ, ഒന്ന് ചേർത്ത് പിടിക്കൂ, ഒരു നല്ല വാക്ക് പറയൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലവ് ഒന്ന് കമന്റ് ചെയ്യാം.